എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ വിളയിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ മത്തങ്ങ ചെത്തി കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പ് വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരി പൊടിച്ചെടുക്കാം. 2 ഗ്ലാസ് അരി കഴുകി ഉണങ്ങിയതാണ് ഞാനിത്. നമ്മൾ കഞ്ഞി വെക്കുന്ന അതേ മട്ടയരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനി ഒന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് ഈ അരി പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പം തരിയായിട്ടാണ് അത് പൊടിച്ചെടുക്കേണ്ടത്, തീരെ നൈസായിട്ടല്ല. ഇതാ അരി വറുത്ത് തണുക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ ഇട്ടു. ഇനി ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിലാണ് പൊടിക്കേണ്ടത്. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. ഇതാ നല്ല ഭംഗിയായിട്ടും വെന്തിട്ടുണ്ട്, കണ്ടോ. ഇതാ ഇനി ഇത് നമുക്ക് വരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഒരു തേങ്ങ ചിരകിയതാണിത്. അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ശർക്കരപ്പാനി 1/2 കിലോ ശർക്കര പാനിയാക്കി വെച്ചിരുന്നു. അത് പാനിയാക്കി നന്നായിട്ട് വരിച്ച് വെച്ചതാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം വീഡിയോയ്ക്ക് അധികം നീളം വേണ്ടല്ലോ എന്ന് കരുതി. ഇതാ ആ തേങ്ങയ്ക്കകത്തോട്ട് ഈ ശർക്കരപ്പാനി നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വരണം. അങ്ങനെ കുറേശ്ശെ പാനി ഒഴിച്ച് ചെയ്യുന്നതാണ് നല്ലത്, കണ്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളുടെ വീട്ടിൽ മത്തങ്ങ കൂടുതലൊക്കെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ വിളയിച്ച് വെക്കുവാണെങ്കിൽ കുറേ കാലം നമുക്ക് കഴിക്കാൻ പറ്റും. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാ ഇപ്പം കണ്ടോ, തേങ്ങയുടെ എല്ലാം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ മത്തങ്ങ ഇടുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും. ഇത് വെള്ളം നല്ലപോലെ വറ്റി വരണ്ടു വരണം, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് മത്തങ്ങ ഇട്ടതിന് ശേഷം കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് വരണം. കുറച്ച് വെള്ളം വരും, അപ്പോൾ നമ്മളത് ഇളക്കിയാൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ കുറേശ്ശെ ശർക്കര ഒഴിച്ചൊഴിച്ചു കൊടുത്ത് അതിൻ്റെ വെള്ളം വറ്റി. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകമായിരിക്കണം, അതാണ് വരണ്ടെന്നുള്ള. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ടേക്കുന്നത്, കണ്ടോ. ഇപ്പം വെള്ളം വറ്റി ഈ ചീനച്ചട്ടിയുടെ അടിയൊക്കെ കാണാറായില്ല, അതാണ് അതിൻ്റെ പരുവം, കണ്ടോ. ഇങ്ങനെ വിട്ട് വരണം. വിട്ട് വന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഉരുണ്ട് കൂടി വരും, കണ്ടോ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കുറേ സമയം വേണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, കണ്ടോ. ഇപ്പം നമ്മുടെ ഏകദേശം പാകമായിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം കണ്ടോ, ഇപ്പം അടിയൊക്കെ തെളിഞ്ഞ് കണക്കായിരുന്നു. നമ്മൾ പായസമൊക്കെ വരട്ടി നമ്മൾ വെക്കിയാലേ ആ പരുവമാണ് ഇതിൻ്റെ. ഇത് കണ്ടോ. അപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ അടി കാണുന്ന സമയമാകുമ്പോഴാണ് അരിപ്പൊടി ഇടുന്നത്. അരിപ്പൊടി ഇടുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അരിപ്പൊടി ഇട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അരിപ്പൊടി ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഇതാ ഞാൻ കൂടുതൽ അരിപ്പൊടി ഇട്ടാണ് ചെയ്യുന്നത്, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് അല്ലെങ്കിൽ മത്തങ്ങ ഇങ്ങനെ ഒരു ജ്യൂസായ പോലെ കിടക്കും. അരിപ്പൊടി കുറവാണെങ്കിൽ ഇത്തിരി കട്ടിയിൽ ഇത് വരട്ടിയെടുക്കുന്നതാണ് നല്ലത്, കണ്ടോ. ഒരു വലിയൊരു സ്പൂണ് അരിപ്പൊടി ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതുപോലെ തന്നെ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇപ്പം ഇങ്ങനെ ഇത് കണ്ടോ, കുറച്ച് കട്ടിയിലല്ലേ വന്നേക്കുന്നത്, കണ്ടോ. 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് അരിപ്പൊടി കൂടുതലിടുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ മധുരം ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നു. ഇതാ അതുപോലെ തന്നെ കശുവണ്ടിക്ക് പകരം ഞാനിവിടെ നിലക്കടല വറുത്തതാണ് വെച്ചിരിക്കുന്നത്. കറുത്ത മുന്തിരിയും നിലക്കടല വറുത്തതും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതും വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതാണ് ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ പാകത്തിനാണ് ഞാൻ മത്തങ്ങ വരട്ടിയെടുക്കുന്നത്. ഈ മുന്തിരിങ്ങ വറുത്തതും കുറച്ച് നിലക്കടല വറുത്തതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ കടല കടിച്ച് തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ വരട്ടിയത്. ഇതാണ് ഈ പാകത്തിനാണ് വാങ്ങേണ്ടത്, കണ്ടോ. നല്ല സുന്ദരമായ മത്തങ്ങ വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറേ
നാളത്തേക്ക് നമുക്ക് കാപ്പിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.